മലയാളിയിലേക്ക് സ്വാഗതം. കുവൈത്തിൽ ഇന്ന് 20 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചതോടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 100 കുവൈത്തിൽ ഇന്നു മുതൽ ജുമാ നമസ്കാരവും പ്രഭാഷണവും താത്കാലികമായി നിർത്തിവെക്കാൻ ഔഖാഫ് മന്ത്രാലയം നിർദ്ദേശിച്ചു. കനത്ത ജാഗ്രതയ്ക്കിടയിലും 24 മണിക്കൂറിനുള്ളിലാണ് 20 ആളുകൾക്ക് കൂടി കുവൈത്തിൽ കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ഇതിൽ 4 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 5 പേർ രോഗമുക്തരായെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം കുവൈത്തിൽ ജുമാ നമസ്കാരം ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവിട്ടു. കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് മതകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. വിശ്വാസികൾ ജുമാ നമസ്കാരത്തിന് പകരമായി ദുഹർ നമസ്കാരം സ്വന്തം വീടുകളിൽ നടത്തുവാൻ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ബസ് സർവീസ് ഉൾപ്പെടെ നിർത്തിവെക്കാൻ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് പള്ളികളിലെ നമസ്കാരങ്ങൾ നിർത്തിവെക്കാൻ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. കൂടാതെ സുരക്ഷ മുൻനിർത്തി സ്വദേശികളും വിദേശികളും അനാവശ്യമായി വീടിന് പുറത്തിറങ്ങരുത് എന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ബേസിൽ അൽ സബ അഭ്യർത്ഥിച്ചു. കോവിഡ് ഭീതിയുടെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ചകളിലെ ജമാഅത്ത് ഉൾപ്പെടെയുള്ള പള്ളികളിൽ 5 നേരങ്ങളിലെയും ജമാഅത്ത് നമസ്കാരം നിരോധിച്ചു. ആളുകൾ കൂടുന്നത് ഒഴിവാക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് ഔഖാഫ് മന്ത്രാലയത്തിന്റെ തീരുമാനം. മന്ത്രാലയത്തിലെ ഫത്വ സമിതി യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. ഇനിയൊരു അറിയിപ്പ് വരെ നിരോധനം തുടരും. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വിശ്വാസികൾ പള്ളികളിൽ എത്തിയതിനു ശേഷമാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നത്. അതിനാൽ വെള്ളിയാഴ്ച ജുമയെ നിരോധനം കാര്യമായി ബാധിച്ചിരുന്നില്ല. ജുമയ്ക്ക് പള്ളികളിൽ എത്തുന്നതിന് പകരം വീടുകളിൽ ലുഹർ നമസ്കാരം നിർവഹിച്ചാൽ മതി എന്നാണ് ഫത്വ സമിതി നിർദ്ദേശിച്ചിട്ടുള്ളത്. മറ്റ് നമസ്കാരങ്ങളും വീടുകളിൽ നിർവഹിച്ചാൽ മതി. പകർച്ചവ്യാധികൾ ഭയപ്പെടുന്ന സമയങ്ങളിൽ രോഗികൾ പള്ളികളിൽ എത്തേണ്ടതില്ല എന്ന പ്രവാചക വചനം അനുസരിച്ചാണ് നിരോധനമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കി. ജുമുഅ ഖുതുബ 10 മിനിറ്റിൽ കൂടരുത് എന്ന നിർദ്ദേശമുള്ളതിനാൽ വെള്ളിയാഴ്ച പള്ളികളിൽ പ്രസംഗത്തിന്റെ ദൈർഘ്യം കുറവായിരുന്നു. അത്യാഹിതങ്ങളിൽ നിന്നും രക്ഷ തേടിയുള്ള പ്രത്യേക ഖുനൂത്ത് പ്രാർത്ഥനയും നമസ്കാരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.